സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട് ഒരു നസീബ്. ആ നസീബിലേക്ക് എത്തണം. നിങ്ങൾ നോക്കിയ ഒരു ഉദാഹരണത്തിന് പറയട്ടെ, എത്ര സഹാബത്തുണ്ട്. ഈ സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് തങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്തെന്ന്, 70,000 പേര് ഹിസാബും കിതാബും ഇല്ലാണ്ട്, അതായത് വിചാരണ ഒന്നും ഇല്ലാണ്ട് നേരെ സ്വർഗത്തിലോട്ട് അങ്ങോട്ട് പോകും. ഒരു സദസ്സിലിരുന്നിട്ട് ഇനി പറയണത്. ആ സമയത്ത് അവിടെ അബൂബക്കർ സിദ്ദീഖ് എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അവര് ഒരു പക്ഷെ അവര് അതെങ്ങനെ ചോദിക്കൂന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാ. പക്ഷെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട്, ഒരു കുറിയ മനുഷ്യൻ എഴുന്നേറ്റ് തങ്ങളെ എന്നെ അത് ഉൾപ്പെടുത്താൻ വേണ്ടി വരക്കണം. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു ഇത് പറയുന്ന വിഷയം ആലോചിക്കണം കേട്ടാ. അതായത് അമ്പിയാക്കന്മാർക്ക് പറയപ്പെട്ട കാര്യമാണ് അത്. ഇത് ഹിസാബും കിതാബും ഒന്നും ഇല്ലാണ്ട് നേരെ സ്വർഗത്തിലോട്ടുള്ള എൻട്രി. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് അത്രയും സഹാബത്തിന്റെ ഇടന്ന് ഒരാൾ എന്നിട്ട് പറയണത് എന്തെന്ന്, തങ്ങളെ എന്നെ അന്തമിനും ഈ ലോട്ടറി ആർക്കടിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ആൾ അപ്പൊ ഒരു തുവല് വിളിച്ച ഒരാൾക്ക് അയാൾ എഴുന്നേറ്റിട്ട് പറയും തങ്ങളെ സബക്ക ഉക്കാശ. അത് കഴിഞ്ഞു പോയി, അത് ഉക്കാശ അടിച്ചു മാറ്റി. ഇപ്പൊ എങ്ങനെയുണ്ട്? അതായത് ഇവിടെ ആരൊക്കെ ഇരിക്കണം ആലോചിക്കണം നിങ്ങൾ. ഈ സദസ്സിലിട്ടാ ആ സദസ്സിൽ നിന്ന് ഒരാൾ കാണിച്ച് ഗഡ്സ് കണ്ട ഒന്നും കൂസിയില്ല. അതാണ് ശരിയായ അതാണ് ഒന്നാമത്തെ അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയോ, അവസരങ്ങളെ മുതലെടുക്കാന്നുള്ളതാണ്. എന്താണ് അത്? നിങ്ങളെ വാപ്പ ഒരുപാട് മുതലെടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. മശായിഖന്മാരുടെ അടുത്തും സ്വാലിഹികളുടെ അടുത്തും മുമ്പിൽ ഞാനത് ശരിക്കും മുതലാക്കിയിട്ടൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതങ്ങനെയാണത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കാലത്തെ പോലെയല്ല ഫോട്ടോ കോപ്പി എടുക്കലൊന്നും. ഒരു കാലത്ത് അത് നമ്മുടെ നാട്ടിലൊക്കെ ടൗണിൽ പോകണം, തൃശ്ശൂർക്ക് പോകണം, അല്ലെങ്കിൽ മാത്രമല്ല ഒരു ഫോട്ടോ കോപ്പിക്ക് 5 റുപ്യ 10 റുപ്യ കൊടുത്തിരുന്ന കാലമൊക്കെ ഉണ്ട്. അതുപോലെ എന്താ പറയാ, അതായത് ഫോട്ടോ കോപ്പി അത് ഒരു റയർ കാര്യമാണ്, അതൊരു അതിശയം തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറ തന്നെ ഫോട്ടോ എക്സ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഓടി നടക്കണം എവിടെയൊക്കെ. അതൊന്നും അത്ര കോമണേ അല്ല. ആ സമയത്തിന് ഞാൻ എന്ത് ചെയ്തത്, മുട്ടിച്ചുരൂപ്പിനടുത്ത് ഈ അസ്മാഉൽ ബദർ എഴുതിയ ഒരു ഷീറ്റ് ഉണ്ട്. അപ്പൊ അത് അക്കാലത്ത് വലിയ ആൾക്കാർ വീട് താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പകർത്തണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും പല വീടുകളിലൊക്കെ ചില്ലിട്ട് വെച്ചിട്ടുണ്ടാവും. കൈകൊണ്ട് എഴുതിയെടുക്കൽ തന്നെയാണ് അത് പരിപാടി. ഞാൻ ഈ സാധനം കിട്ടിയപ്പോ മൂപ്പർക്ക് ഇത് പലരും വരുന്ന മൂപ്പരടുത്തേക്ക് അത് എഴുതിയെടുക്കാൻ പറയും. പകർത്താൻ ഒരു കാത്തിബ്, നല്ല ചുറുക്കുള്ള കൈയക്ഷരം കൊണ്ട് എഴുതുന്ന ആൾക്കാര്, ഇവരെ കൊണ്ടൊക്കെ എഴുതിക്കലാണ് ഇത് പരിപാടി. നല്ലതാണല്ലോ അസ്മാഉൽ ബദറും റസൂലുള്ളാഹി തങ്ങളെ പേരും പിന്നെ ചില സൂറത്തുകളൊക്കെ ഉള്ളത് നല്ല ബർക്കത്തിനും കാവലിനും ഒക്കെ വെക്കണാണ്. ഇത് കിട്ടിയപ്പോ ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു 10-100 ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് മൂപ്പർക്ക് കൊടുത്തു. ഇന്നും ആ അനുഭവം എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും അത് ഫീൽ ചെയ്യും. അത് വയസ്സായ ഉപ്പല്ലേ മൂപ്പർക്ക് ഈ ടെക്നോളജി ഒന്നും ഇങ്ങനെ ഇത് നടക്കുമെന്ന് അറിയില്ല. ഇത് കണ്ട പാടെ ഒരു വല്ലാത്തൊരു ആഹ്ലാദം കണ്ട് ജനിച്ചു മൂപ്പർക്ക്. 100 കോപ്പി ഇതിങ്ങനെ അൺഇമാജിനബിൾ ആണ് മൂപ്പരെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ടെക്നോളജി മൂപ്പർക്ക് ഫെമിലിയർ അല്ലല്ലോ. അക്കാലത്ത് ആ വയസ്സായ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട് ഒരു ദുആ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ദുആന്റെ ബർക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയും നിലനിൽക്കട്ടെ, ആഖിറത്തിൽ ഉപകരിക്കട്ടെ. അതൊരു മൂപ്പരെ കൽബിന്ന് ചാടി അത് കണ്ടപാടെ ലൈഫിലെ ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വേറെ അനുഭവങ്ങൾ ഇഷ്ടമുണ്ട്. പക്ഷെ ഇതുണ്ടല്ല, ഇതേ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു മൂപ്പർക്കും. അത് കണ്ടപ്പോ അത്രയും കോപ്പികൾ എത്ര എഫേർട്ടാണ് അതിൽ സേവ് ആയത്, എത്ര ആൾക്കാർ അധ്വാനം. പിന്നെ ആൾക്കാർ വരുമ്പോ കൊടുക്കാല ഒരായിട്ട് മാത്രമല്ല, നമ്മൾ മൂപ്പരെ അതിന് പണമൊന്നും പേടിക്കണില്ലല്ലോ, തരും, അത് വേറെ വിഷയം. പക്ഷെ ആ സന്തോഷം, അതായത് അന്നേരത്ത് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഞാനൊന്നും ചോദിക്കാതെ തന്നെ മൂപ്പര് ദുആ ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഈ ഉക്കാശ റളിയല്ലാഹു തആല അൻഹു അത് കിഡിലോസ്കിൻ മൂപ്പരുടെ അവസരം മുതലെടുത്ത് നോക്ക്. വേറെ ആൾ അത് കണ്ടിട്ടാണ് മോട്ടിവേറ്റ് ആയത്. നോ നത്തിങ് യു കണ്ടു, അത് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പൊ ഇതുപോലെ ഓരോരുത്തരുടെ അത്രയും സഹാബത്തിനുടെ ഈ മൂപ്പര് എങ്ങനെ കഴിച്ചില്ലായി അല്ലെങ്കിൽ എടുത്തേണ്ടല്ല. തങ്ങളല്ല പറയുന്നത് അന്തവിനുഹൊന്ന്
അപ്പൊ അതുപോലെ മറ്റുള്ളവര് അവര് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അവർക്കത് കിട്ടിയില്ല എന്നുള്ളതൊന്നും പ്രസക്തമേ അല്ല. അതാണ് ഇന്നത്തെ ചെറുപ്പക്കാരിൽ മിക്കവരും ഒരു പകർച്ചവ്യാധി പോലെയാണ്. ഒരുത്തന്റെ അനുഭവം, അവന്റെ ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ അവന്റെ പരാജയം അവൻ എങ്ങനെയൊക്കെയാണോ നമ്മളിലോട്ട് പകർന്നു തരാൻ പറ്റുക. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് സ്റ്റേജിൽ കയറിന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവര് തന്നെ പരാജയമായിരിക്കും ചിലപ്പോ എനിക്കറിയില്ല. കാരണം അങ്ങനൊന്നുമില്ല. നമ്മ സ്വയം തന്നെയാണ് മോട്ടിവേറ്റ് ആവേണ്ടത്. എന്താണ് തിരിഞ്ഞ പറയുന്നത്? അതുകൊണ്ട് ഇപ്പൊ ആ കോഴ്സ് അല്ലെങ്കിൽ ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു നസീബുണ്ട് അള്ളാഹ് വെച്ചത്. അങ്ങോട്ട് എത്താണ്ട് രക്ഷയില്ല. ഇനിയും ഇത്ര അനുഭവങ്ങൾ പറയാൻ അത് ഇതില് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ ജയങ്ങൾ നമ്മളെ സ്വാധീനിക്കാം, പരാജയങ്ങൾ നമ്മൾ ഒരിക്കലും സ്വാധീനിക്കരുത്. പ്ലസ് അവസരങ്ങൾ മുതലെടുക്കാൻ ഈ സയ്യിദുനാ ഉക്കാശ റളിയല്ലാഹു തആല പോലുള്ള ഒരു ചിന്ത, അത് ആ സമയത്ത് കൂച്ചപ്പെട്ടവനക്കൊന്നും കിട്ടൂല. കൂച്ചപ്പെടുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ? ഞാനൊക്കെ എത്ര മഹാന്മാരെ അൽഹംദുലില്ലാഹ് കാണാൻ പോയിട്ടുണ്ട്. എന്റെ കൂടെ ഉള്ളവരും എന്നെ കണ്ടിട്ട് അതിശയിച്ചിട്ടുണ്ട്. ഇതെന്തിപ്പോ ഇങ്ങനെ അശേഖന്മാരും ഞെട്ടിയിട്ടുണ്ട്. എന്തടിസ്ഥാനത്തില്? ഈ ചോദ്യം ആരും ചോദിച്ചിട്ടില്ലല്ല. ആ രൂപത്തില് അതിപ്പോ ഷാക്കിറുസ്താനോട് ചോദിച്ചോക്ക്, ജൽമാമാനോട് ചോദിച്ചോക്ക്, അത് ചോദിക്കും. യാസിമ്മയുടെ ചോദിച്ചോക്ക്, എന്നെ മുന്നിൽ നിർത്തും തട്ടിയിട്ട്. എന്തിന്? ഞാനെന്തും ചോദിക്കുന്ന അവർക്കറിയാം. യാസിമ്മയിലാണ് ആർക്കും അറിയാത്. ഇപ്പൊ ശ്രദ്ധാതങ്ങളുടെ കൂടെ എനിക്കറിയുന്ന കണ്ടമ്പുണ്ട് അറബിയിൽ ഞാൻ സംസാരിക്കല് അക്കാലത്ത്. പക്ഷെ എന്താണ് എന്നോട് സുഡാനിന്നൊരു ഷേഖ് വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മൂപ്പരുടെ സബക്കും ദർശൊക്കെ ഉണ്ടാവും. അത് നല്ല മജ്‌ലിസുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ അനുഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നഫീസ ടീച്ചർ, നബീസ എന്നാ പറയാ, നഫീസ എന്നാണ് അസൽ പേര്. ആ ടീച്ചറും പിന്നെ ഈ ഷെയ്ഖും. ഈ ഷെയ്ഖ് എന്നെ വിളിക്കുന്നറിയാ സാഹിബ് സുആൽ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? മൂപ്പര് എന്നെ ഞാനില്ലാത്ത സദസ്സിൽ മൂപ്പര് അവരോട് പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ വാഹിദ് ഇല്ലെങ്കിൽ രസില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. സത്യത്തിൽ അവരാദബോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ദേ ഹാവ് സോ മെനി ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ബട്ട് ചോദിക്കാൻ എന്നേക്കാൾ നന്നായിട്ട് അറബി സംസാരിക്കാൻ അറിയുന്നവര് അറബികൾ തന്നെ ആ സദസ്സിലുണ്ടാവും, മലയാളികളും ഉണ്ട്, എല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരു അദബിന്റെ പർദ്ദട്ടിട്ടാണ് ആയിരിക്കുന്നത്. അത് കാരണം ചോദ്യങ്ങളേ ഉണ്ടാവില്ല, സംശയങ്ങളും ഉണ്ടാവില്ല. എനിക്ക് ഈ അദബ് അത് അവർ തീരുമാനിക്കണ്ടേ, ഞാനത് നിങ്ങളോട് അവകാശപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പര സദസ്സിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷെ വിഡിത്തായിട്ടില്ല അൽഹംദുലില്ലാഹ്. ചോദിക്കുമ്പോൾ അവര് പോലും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷെയ്ഖിനോട് ചോദിച്ചിട്ട് പറയാന്ന്. അത്ര വലിയ ഘമണ്ഡൻ ചോദ്യം നല്ലതിന്റെ അർത്ഥം. ബട്ട് അവർ ചിന്തിച്ചിട്ടില്ല, ആ വിഷയത്തിലോട്ട് ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പല ചോദ്യങ്ങളുണ്ടാകും. ഇപ്പൊ ചോദ്യങ്ങൾ എന്തെന്ന് പറയാനുള്ള പ്രസക്തി നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനും കഴിയില്ല. പക്ഷെ ഇതേപോലെ ചോദിക്കുക എന്നുള്ളത്, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അങ്ങനെ ഞാൻ മൂപ്പരൊന്ന് പലതും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പലതും ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അസ്മാബി പഠിക്കുമ്പോൾ ഈ ടീച്ചർ ഒരു പ്രാവശ്യം MSCക്കും ഇതിനും പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ എന്നെ J2 ഞങ്ങൾ ജൂനിയർ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പിൽ J2 എന്ന് പറയാം, J2ലേക്ക് എന്നെ കാണാൻ വന്നിരിക്കുന്നു. അന്ന് കുമാരനല്ലേ, കോളേജ് കുമാരനല്ലേ അന്ന്. എന്താണ് സംഭവം? അപ്പൊ നഫീസ ടീച്ചർ പറഞ്ഞത്രേ, ക്ലാസ്സിൽ J2 കുട്ടിയുണ്ട്, ഈ കുട്ടീനെ നോക്കി ക്ലാസ് എടുക്കലാണ്. അത് ആ കുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജി അല്ലെങ്കിൽ നല്ല ഒരു മൂഡ് വൈബ്, ഇപ്പോഴത്തെ ലാംഗ്വേജ് പറഞ്ഞാല് നല്ല വൈബാണ് ക്ലാസ് എടുക്കാൻ. ആ കുട്ടി നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് ടീച്ചർക്ക് വിചാരിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിരിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചറെ നോക്കിയിരിക്കുമല്ലോ. ടീച്ചറെ വിചാരം എന്താണ്, ഇവരെല്ലാം അന്ന് ബോട്ടണിയാണ് എടുക്കുന്ന ടീച്ചർ ഇട്ടാ, ഇതെല്ലാം ഭയങ്കരമായിട്ട് മനസ്സിലാക്കണമെന്ന് ടീച്ചറെ വിചാരം. അത് കാരണം ടീച്ചർ എന്നെ തന്നെ അഡ്രസ് ചെയ്തിട്ട് സംസാരിച്ച് ക്ലാസ് എടുക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു അറാമറപ്പും കാണിക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്, വേറെ ആരെയും നോക്കുള്ളൂ. ടീച്ചർ എന്നെ നോക്കിയിട്ട് ക്ലാസ് എടുക്കണം, ഞാൻ ടീച്ചറെ നോക്കിയിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട്. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ കൊടുക്കും, കാരണം എന്റെ മനസ്സ് ഇവിടെ ഇല്ല, അത് വേറെ വിഷയം.
പക്ഷെ എന്നാലും മാഷാ അല്ലാ ബോട്ടണിലൊക്കെ നല്ല മാർക്ക് ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പൊട്ടിയത് വേറെ പരീക്ഷ എഴുതിയിട്ടാണ്, അത് ഇംഗ്ലീഷിൽ അക്കാലത്ത് പൊട്ടിയത്. അന്നത്തെ ഇംഗ്ലീഷ് അങ്ങനെ തന്നെയാണ്. കോമ്പറൻസീവ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് ആയിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്ന, ഒരു കാപ്പി കളർ ചട്ടുള്ള ഒരു പ്ലായ് ബുക്ക്. അപ്പോ ടീച്ചറുടെ വിശ്വാസം, ഞാൻ ടീച്ചർ പറയുന്ന ഉൾക്കൊണ്ട് ഭയങ്കരമായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്നാണ്. പക്ഷെ എന്തായിരുന്നാലും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഞാൻ അപ്പോഴും. അപ്പൊ ചോദ്യം ചോദിക്കലും ഞാനിപ്പോ ആ സ്കൂളിന്റെ വിഷയമാണ്. മഹാന്മാരെ കാണുമ്പോൾ ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ഉക്കാശ റളിയല്ലാഹു തആല അൻഹു അവസരം ഉപയോഗപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ അവസരങ്ങൾ വരും. ആ അവസരം വരുന്ന നേരത്ത് പൂച്ചപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഹാദിക്ക് ചിലപ്പോ കോട്ടൂർ സ്ഥാനം കാണാൻ പറ്റും, ഒരവസരം കിട്ടും. അപ്പൊ ഇങ്ങനെ ഇതല്ല, അതപ്പൊക്കെ വേണം ചോദിക്കാനുള്ള. അപ്പൊ ചോദിച്ചോണം അവരെത്ര കാലം ഹയാത്തുണ്ടാവുന്ന ആർക്കറിയാം. ജയ്പുസ്ഥാനെ കിട്ടി, ജയ്പുസ്ഥാനെ കിട്ടിയിട്ട് കൈ പിടിച്ച് മുത്തി അല്ലെങ്കിൽ കാല് പിടിച്ച് മുത്തി അങ്ങനെ പോക്കല്ല നിങ്ങൾക്ക്. കാരണം ഒന്നുകിൽ ദ്വാരക്കാൻ പറയാ. ഇപ്പൊ ദ്വാരക്കാൻ നമ്മപ്പോ എല്ലാവരോടും പറയാം, അവരും ദ്വാരക്കുണ്ട്. പക്ഷെ ഒരു തലമുറനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് അവര്. മനസ്സിലാവുണ്ടോ? കാരണം ഇല്ല, നിങ്ങൾക്ക് കാണാൻ ഇനി ഒരിക്കലും ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയാത്ത ഒരുപാട് മഹാന്മാരെ കണ്ടവരാണ് അവര്. സി എം മൂപ്പരെ കണ്ടിരിക്കുന്നു, ഇ കെ അബൂബക്കർ മുസരെ കണ്ടിരിക്കുന്നു, പഴനാന മൂപ്പരെ കണ്ടിരിക്കുന്നു, മുറ്റിച്ചൂപ്പരെ കണ്ടിരിക്കുന്നു. ചിലപ്പോൾ അയിലക്കാട് അയിലക്കാട് മൂപ്പരെ തന്നെ കണ്ടിട്ടുണ്ട്. അയിലക്കാട് മൂപ്പര മനസ്സിലായില്ലേ, മുറ്റിച്ചൂപ്പരുടെ ശേഖനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞണ്ടാടി ശേഖനെ കണ്ടിരിക്കണം, വടകര മതങ്ങളെ കണ്ടിരിക്കണം. അങ്ങനെ എത്രയോ കിബാരിയങ്ങളായ ഔലിയാക്കന്മാരെയും സ്വാലിഹികളെയും കണ്ടവരാണ്. കോട്ടൂർസ്ഥാനും പറയാനില്ല. ആ നമ്മുടെ കീക്കോട് തങ്ങന്മാരിപ്പെട്ട ജമാന്റെ കുത്തുബ് എന്ന് പറഞ്ഞിരുന്ന മഹാനവരെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും മഹാന്മാരെ കണ്ട ആളുകൾ അവരെടുത്ത് അവർ പലതും കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ആ കൊടുത്തു വെച്ചത് ഒന്നും ഉപയോഗപ്പെടുത്താണ്ട് പിന്നെ എന്ത് ചെയ്യാ, അവര് മരിച്ചതിന് ശേഷം അത് എഴുതുമല്ലോ ആൾക്കാർ. അതാണ് വേറൊരു പോയിന്റ്. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും പറയൂല. അതിൽ ഒരു വ്യത്യസ്തന് നിങ്ങളെ വാപ്പ ആ വിഷയത്തിൽ. അതും കൂടി പറയട്ടെ. എന്നുവെച്ചാല് നമ്മുടെ നാട്ടിലത്തെ ഒരു ശൈലിയാണ്, മരിക്കോളം മിണ്ടൂല കേട്ടാ. ഒരു ഷേഖുണ്ട് അല്ലെങ്കിൽ ഒരു സാലിഹായ മനുഷ്യന്റെ മിണ്ടൂല. മരിച്ചതിന് ശേഷം പിന്നെ കാണാൻ എന്തെന്ന് എഴുത്തില് അത് ആ മഹാനാണ്, അദ്ദേഹം അങ്ങനെ ആളായിരുന്നു, അദ്ദേഹത്തിന് ആ തരീഖത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഐജാസത്തുണ്ടായിരുന്നു, അങ്ങനെ പറയും. മരിച്ച് നമ്മളിങ്ങനെ കുറുവഞ്ചത്തെ കുറുവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കാരണം ആള് മരിച്ചു പോയി, ഇപ്പൊ എന്ത് ചെയ്യാനാ. ഇത് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ദുര്യോഗമാണ്. ഇതിൻ്റെ അകത്ത് മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് ദുഷ്ടശക്തികൾ. എന്താ കാരണം? ഇവര് ആ ഒരു നമ്മളിപ്പോ ഒരു എക്സ് എന്ന് പറയാം, ഒരു മഹാൻ, ഒരു സ്വാലിഹായിട്ട് മനുഷ്യൻ, ഒരു ഷെയ്ഖ് എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഷെയ്ഖ് എന്ന് വിളിക്കാം. ഈ ഷെയ്ഖിന്റെ അടുക്കൽ ചിലപ്പോ എന്തെങ്കിലും പ്രത്യേകമായ ഇജാസത്തോ പ്രത്യേകമായ ഫായിദകളോ, ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലല് മാത്രല്ല, ഇൽമുകളും ഇജാസത്താണ്. എന്താണ് ഇൽമുകൾ ഇജാസത്താണ്? അത് മനസ്സിലാക്കണം ആദ്യം. ഈ എന്തെങ്കിലും ഷെയ്ഖിനെ കാണാൻ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലാനുള്ളത് മേടിക്കുന്നു എന്നുള്ളതാണ് ചില മണ്ടൻ ശിരോമണികളുടെ വിശ്വാസം. അതൊന്നുമല്ല. ഫായിദകൾ എന്നാണ് അതിന്റെ ശരിക്കും പ്രയോഗിക്കേണ്ടത്. പലയിടത്തും പല ഫായിദ ഉണ്ടാവും. ഇപ്പൊ അഷറഫ് ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, ആ ഇബാറത്തിന് അല്ലെങ്കിൽ ആ വാക്കിന് കീഴനൂർ ഇങ്ങനെയാണ് അർത്ഥം വെച്ചത്. അതൊരു ഫായിദാണ്, അതൊരു ഇൽമാണ്. അത് അഷറഫ് ഉസ്താദാണ് മൂപ്പരെന്ന് കേട്ടത്. അത് കിട്ടല് വലിയ, അത് തന്നെയാണ് വലിയ വിഷയം. അല്ലാണ്ട് എപ്പോഴും എന്ത് മനസ്സിലാക്കരുത്, ചൊല്ലലും പാടലും ദിക്റും തരീഖത്തും മനസ്സിലാക്കരുത്. ഒരു ഇബാറത്തിന് അല്ലെങ്കിൽ ഒരു ലഫ്ളിന് അവരെങ്ങനെ അർത്ഥം വെച്ചു എന്നുള്ളത് അത് വലിയ വിഷയം തന്നെയല്ലേ. അതൊരു ഫായിദാണ്, അത് ഇൽമിയായ ഫായിദാണ്. അമലിയായ ഫായിദ ഉണ്ട്, ഇൽമിയായ ഫായിദ ഉണ്ട്, മറ്റു പലതരത്തിലുള്ള ഫായിദകളുണ്ട്. അത് കിട്ടലാണ്. നമ്മളിപ്പോ എ പി ഉസ്താദിനെ കണ്ട് അല്ലെങ്കിൽ കോട്ടൂർ ഉസ്താദിനെ കണ്ട് നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് അവരോട് ചോദിച്ച്, അപ്പൊ അവര് പറയണം, മോനെ ഞാൻ എന്റെ ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ മിക്കവാറും സമയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്, ഞാൻ പോയിട്ട് സംസാരിക്കുമ്പോ അവരുടെ ഓർമ്മച്ചെപ്പ് തുറക്കണില്ല. അവരോടും ആരും ഇത് ചോദിക്കാത്തോണ്ട് അവര് മറന്നു കിടക്കണ്. ഞാൻ ചെന്ന് ചോദിക്കണ ആ വിഷയം, ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടത് ഇങ്ങനത്തെ എന്റെ കൂടെ വന്നിരിക്കൊക്കെ അറിയും, ലൈഫിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ അത് ചോദിക്കണ്. അപ്പാണ് അവര് പോലും ഓർക്കണത് ആ സംഭവം. അപ്പൊ പറയും, അന്ന് ഞാൻ ഈ വിഷയം ഇന്നാളോട് ചോദിച്ചിരുന്നു, അപ്പൊ മൂപ്പര് ഇങ്ങനെ അതിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ ആ ഒരു ഫായ്ദ കിട്ടിയ ഇത് ചോദിക്കുന്നവനക്കല്ലേ കിട്ടുള്ളൂ. ഈ കണ്ട് കൈമുത്തി കാൽമുത്തി അല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്.
അവസരങ്ങൾ ഇപ്പൊ കോട്ടൂരുസ്ഥാനെ കിട്ടിയ കോട്ടൂരുസ്ഥാനെ മുതലാക്കണം. കാരണം ഒന്നുമില്ലെങ്കിലും ഒന്ന് ചോദിക്കാലോ, നിങ്ങൾ കീക്കോട് തങ്ങളെ കണ്ടല്ലോ, കീക്കോട് തങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ തന്നത് ചോദിച്ചാലേ ഇത് പറയുള്ളൂ. അവർക്കിത് വിതരണത്തിന്റെ പരിപാടിയൊന്നുമില്ല, ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിയൊന്നുമില്ല. ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാം, അവരോട് ഷെയർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ചില ടെക്നിക്കൽ വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇജാസത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ, ഇത് തന്നെ ഉള്ളൂ എൽമിയായ ഷെയറിങ്. അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങളെ ഭാഷ പറഞ്ഞ ഷെയർ തന്നെയാണ് നടക്കുന്നത്. ഷെയർ ചെയ്തില്ല അത് അങ്ങനെ തീർന്നു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അവസരം അത് ഇതുപോലെ തന്നെ പലതും ഉണ്ട്. ഞാനൊരിക്കല് ഇതന്നെ മുറ്റിച്ചു നമ്മളൊരിക്കല് സൈനുദ്ദീൻ ഹാജി ഇടമുട്ടും സൈനുദ്ദീൻ ഹാജി എന്നിട്ട് ഏനിക്കുട്ടി ഹുസൈൻ എന്നൊക്കെ പറയുന്നു. കണ്ടിട്ട് ഇയാള് കാണൂല, കാണാന് ഇയാൾ ചെറുതാണ്. ഇയാൾ അപ്പുറത്തെ വഫാത്തായിപ്പോ ചാമക്കാല പള്ളിയിലെ ജുമാഅത്ത് പള്ളിയുടെ മുന്നില് SMK തങ്ങളെ ഖബറിന്റെ മുന്നിൽ കാണാം സൈനുദ്ദീൻ ഖാദിരി എഴുതിയിട്ട് ഒരു ഇത്. നമ്മളെ അയലക്കാട്ട് മുപ്പരുടെ വരെ കണ്ടുള്ള ഇജാസത്തുള്ള ആളാണ് മുപ്പര്. കാര്യപ്പെട്ടൊരു മഹാനായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ അതിന് മുമ്പ് തന്നെ മുറ്റിച്ചൂര് പോകുന്നുണ്ട് വരുന്നുണ്ട് മൂപ്പര്. പക്ഷെ മുറ്റിച്ചൂര് മൂപ്പരുടെ ഷേഖ്മാരുടെ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ സവാസമാണ് സത്യം പറഞ്ഞാല്. പക്ഷെ സ്ഥാനത്തിലല്ല, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അവര് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പക്ഷെ എന്നിട്ട് പോലും സൈനുദ്ദീൻ ഹാജി വളരെ പേടിച്ചിട്ടാണ് ആരോട് സംസാരിക്കുക, മുറ്റിച്ചൂപ്പരോട്. അത് വേറെ വിഷയം. പക്ഷെ എന്നാലും അവർക്ക് അയൽക്കാട്ട് മുപ്പര് പഴന്താന മുപ്പര് ഇവരോടൊക്കെ ഉള്ള ബന്ധം കൊണ്ട് അവർ ആ ഒരു ഇതുണ്ടല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരിക്കൽ പോയിട്ട് മുപ്പരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ ഞാൻ അപ്പോഴും മുറ്റിച്ചിട്ട് പോയി വരുന്ന ആൾ തന്നെയാണ് കേട്ടാ. പക്ഷെ ഞാൻ മൂപ്പര് നമ്മളെ ചമ്മക്കാരക്കാരനല്ലേ, മൂപ്പരോട് നിങ്ങൾ ഹാജിയായിട്ട് ഒരു കാര്യം ചെയ്യുന്നു. ഹാജി എന്താ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഉസ്താദൊന്നും വിളിക്കാറില്ല മൂപ്പര്, എല്ലാവരും വിളിക്കാറില്ല, ഹാജിയായിരുന്നു തന്നെ വിളിക്കല്. പക്ഷെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒന്ന് വായോ എൻ്റെ കൂടെ മുറ്റിച്ചു, എന്നിട്ട് എന്നെ പറ്റി ഒന്ന് പറ, ഇവനൊന്നും പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ പോണൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മൂപ്പര് അന്നത്തെ ഒരു തീവ്രത പറഞ്ഞ അങ്ങോട്ട് അങ്ങനെ ഒരു ദിവസം മൂപ്പരെയും കൊണ്ട് പോയി, അല്ലെങ്കിൽ മൂപ്പരവിടെ ഉണ്ട്. അപ്പൊ മൂപ്പര് മുറ്റിച്ചു മൂപ്പര് അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതേ ഇവൻ നമുക്ക് നമ്മളെ കുട്ടീന് പിന്നെ നോക്കിക്കൊള്ളണം എന്നാ എന്തോ മൂപ്പര് അവരുടെ നാടൻ ഭാഷയാണ് സംസാരം. ഈ അർത്ഥം ഇതറുള്ളൂ, പരിഗണിക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞത്. അപ്പൊ കർണാടകക്കൂടെ ഏതോ പുതിയ ആളെ പരിചയപ്പെടുത്തണമല്ലോ നോക്കിയപ്പോ മൂപ്പര് ഇവന് ഇവിടെ വരുന്നവനല്ലേ, അതായത് ഇപ്പൊ നമ്മളാൾ തന്നെ എന്നുള്ള രൂപത്തില് മൂപ്പര് പറഞ്ഞു. ഇത് സത്യത്തിൽ അത് വളരെ സന്തോഷകരമായ സംഭവമാണ്. ഇപ്പൊ ഞാൻ ആ അൽഫാദുകൾ ഞാൻ ഹിക്കാറ്റ് ഇപ്പൊ അതേപോലെ വരാത്തോണ്ടാണ് ഞാൻ പറയാത്തത്. അതൊരു സന്തോഷമുള്ള കാര്യം. ഓക്കെ, ഇവൻ എന്റെ ലിസ്റ്റിലുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വൽഹാസിൽ മനസ്സിലായില്ലേ? ഇത് അങ്ങനെ ഉപയോഗപ്പെടുത്തിയതാണ്. അവസരങ്ങൾ മഹാന്മാരായിട്ട് സഹവസിക്കുമ്പോൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സഹവാസം ഉണ്ടാവും, നിങ്ങൾ മുത്താലിമീങ്ങളാണ്, പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഒരാളെ കണ്ടാല് അത് തന്നെ ഇത് വല്ല കള്ളന്മാരെയും ആശാരിമാരെയും അല്ല, സ്വാലിഹ്യങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഉസ്താദുമാരെ കാണിച്ചു തന്നവരോ പരിചയപ്പെടുത്തി തന്നവരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടു ബോധ്യപ്പെട്ട ആളുകളാകുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്താനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും വേണം. ഒന്നൊരു തൗഫീക്ക് വേണം. അതപ്പോൾ അതുകൊണ്ടുള്ള അല്ലാഹുവിനോട് തൗഫീക്ക് വയ്ക്കുന്നത്. എല്ലാ ഹൈറായ കാര്യങ്ങൾക്കും തൗഫീക്ക് തരാന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണത്. മഹാന്മാരെ കാണുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താന്നുള്ളത്. ആ സമയത്ത് കൂച്ചപ്പെട്ടിട്ട് ചമ്മിയിട്ട് ലജ്ജിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് മുറ്റുചുരൂപ്പിനടുത്ത് വന്നിട്ടും അതുപോലെ അവിടെ ഒരു ചെറുപ്പക്കാരൻ വരാറുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിന് അക്കാലത്ത് പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. എവിടെയെങ്കിലും ഉണ്ടാവും, ഇപ്പോൾ എനിക്കറിയില്ല. അത് അന്ന് തന്നെ മൂപ്പര് വരുന്നത് ഷർട്ടൊക്കെ, അതായത് വേറെ ഒരു ശരിക്ക് എഞ്ചിനീയറിങ് അക്കാലത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അത് ഷർട്ടൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. ഉസ്താൻ്റെ അടുത്ത് വന്ന് നിൽക്കും. പാവറട്ടി ഭാഗത്തങ്ങാണ്ട് ആ ഭാഗത്താണ് അയാളെ വീടെന്ന് എനിക്കറിയാം. എനിക്കിപ്പോഴും ഫേസൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പൊക്കെ മാറ്റി വരുമ്പോൾ എത്രയോ വർഷങ്ങളായില്ലേ. ഇയാൾ വന്ന് അവിടെ ഇരിക്കും, കുറച്ചു നേരം നിൽക്കും. ഉസ്താനോട് ഇങ്ങനെ ഒന്നുമില്ല, പറയാനൊന്നുമില്ല. കാരണം ഒന്നാം ഉസ്താനോട് അങ്ങനെ ആരും ഇത് പറയൂല. അവിടെ ഇരിക്കും കുറച്ചു നേരം. എന്നിട്ട് പിന്നെ
ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ എക്സാമൊക്കെ വരുന്ന സമയത്തൊക്കെ അയാൾ അവിടെ വന്നിട്ട് പരീക്ഷണം എന്നൊക്കെ പറയും. അതും ആ ബർക്കത്തുകൊണ്ട് തോന്നുന്നു അയാളെക്കാലത്ത് തന്നെ നല്ല, അതായത് കരിയറിലും പ്രൊഫഷണലും എക്സാമും ഒക്കെ നന്നായിട്ട് വിജയിച്ചു പോയി. അവരത് നേടി. ആഹാരം കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും മഹാന്മാരെ മുതലാക്കി നിർത്തുന്ന കാര്യം അത് ചരിത്രത്തിലുണ്ട്. മൊയ്തീൻ ശേഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ടും റിഫായി ശേഖ് തങ്ങളുടെ ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയണാണ്, കേട്ടിട്ടുണ്ടോ? അറിയോ? ഒരിക്കല് ഒരു പാവപ്പെട്ട ആള്, മുരീദന്മാരിൽപ്പെട്ട ഒരാളാണ്, വീടും കൂടിയൊന്നുമില്ല. അപ്പൊ അയാൾക്ക് ഒരു വീട് വേണം, വിഷമം വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സംഭവത്തിന്റെ പല ഹിക്കായത്തുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം എന്റെ വിവരണത്തിന്റെ എക്സാക്ട് ടെക്സ്റ്റിനാണ് പ്രാധാന്യം കേട്ടോ വിഷയത്തില്. അങ്ങനെ ഒരു പണക്കാരൻ, ശരിക്കും കേൾക്കണം, ഈ പണക്കാരന് ഒരു വീടുണ്ട്, അയാൾ അത് യൂസ് ചെയ്യാൻ ആൾക്ക് വേറെയും വീടുണ്ട്. അപ്പൊ റിഫായി ശേഖ് തങ്ങള് മൂപ്പരെ വിളിച്ച് ആ വീട് വിൽക്കുമോ, എനിക്ക് ആവശ്യമുണ്ട്. മൂപ്പര് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഫക്കീറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് തൗഫീക്കും ബുദ്ധിയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്. അപ്പൊ ഇയാള് പറഞ്ഞ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ നിർബന്ധമാണെങ്കിൽ വിൽക്കും. എന്താണ് വില എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം. എന്താണ്? സ്വർഗത്തിലൊരു വീട് വേണം. ഇസ് ദാറ്റ് ഓക്കെ? ഐ ആം ഓക്കെ ഫോർ ദ ഡീൽ. അതാണെങ്കിൽ ഞാൻ ഡീലിന് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇല്ല. ഇതൊരു കച്ചവടം. ഇപ്പൊ ഇത് റിഫായി ശേഖ് തങ്ങൾ കുറച്ചിങ്ങനെ ആലോചിച്ചിരുന്നു. ഇവര് പറഞ്ഞു ഓക്കെ, സ്വർഗത്തിൽ വീട് തരാം, നീ ഇത് എനിക്ക് തായോ. അങ്ങനെ അവിടെ ഇതും ഇവിടെയും കഥ അവസാനിക്കില്ല. അതന്നെ രസം. അയാള് റിഫായി ശേഖ് തങ്ങളെ എഴുതിയ സമയത്തിന് അയാളുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചത്. ഞാൻ അഹമ്മദ് അൽ കബീർ അല്ലെങ്കിൽ അഹമ്മദ് റിഫായി എഴുതി കൊടുക്കുന്ന ആധാരം ഇന്ന് ആ വീടിന് പകരമായിട്ട് ഇന്ന് അയാൾ എഴുതി മേടിക്കാൻ താല്പര്യപ്പെട്ട് പറഞ്ഞാ പോരാന്ന് പറഞ്ഞ് അതിൻ്റെ റിട്ടേൺ എനിക്ക് എഴുതി തന്നെ വേണം, എഴുതി കൊടുക്കാൻ തയ്യാറായി. എഴുതുന്ന സമയത്തുള്ള ബുദ്ധിനെ ആലോചിക്കണ്ടേട്ടാ. മൂപ്പര് എഴുതി, റിഫായി ശേഖ് തങ്ങളെ കൊണ്ട് എഴുതിച്ച് ഈ വീടിന് പകരമായിട്ട് സ്വർഗത്തിലൊരു വീട് ഞാൻ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിറ്റിരിക്കുന്നു. ആ സമയത്ത് ആളെന്താ പറഞ്ഞെന്നറിയാ? ഹലോ ഔലാദു, അയാളുടെ മക്കൾക്കൊന്നും കൂടി എഴുതുന്നു പറഞ്ഞു. എന്താണ്? അപ്പൊ ബുദ്ധി പ്രവർത്തിച്ചേണ്ട. അയാളുടെ പേരിൽ മാത്രമല്ല, അയാളെ മക്കൾക്കും എന്ന് എഴുതാൻ പറഞ്ഞു. കാരണം വീടിന്റെ അവകാശം, വാപ്പാടെ സ്വത്തിൽ മക്കൾക്ക് അവകാശം വരുമല്ലോ. അപ്പൊ പിന്നെ അത് അന്യായമായ ഒരു ഡിമാൻഡ് അല്ലല്ല. അങ്ങനെ എഴുതിച്ച് വീട്ടിൽ പോയി, മക്കളെ ഞാനത് വിറ്റിട്ടാ. ഉപ്പാ എന്താ പരിപാടി? അത് വിറ്റടേ, ഇനി അത് നോക്കണ്ട. അപ്പൊ എന്താണ്? അല്ല മൂപ്പര് പറഞ്ഞു സ്വർഗത്തിലൊരു വീടാണ്. അത് ശരി, അപ്പൊ നിങ്ങൾ സ്വർഗത്തിലൊരു വീട് അടിച്ചു മാറ്റിയിട്ട് ഇത് വിറ്റ് ഞങ്ങളതാക്കി. പേടിക്കണ്ടേ, എന്തുണ്ട്? നിങ്ങളെ നിങ്ങളെ പേർക്കും ഞാൻ വീട് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഹാപ്പിയായി. ഇതിന്റെ ബാക്കി ഇതിന്റെ ഒരു അടുത്ത സെഗ്മെന്റും കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ മൂപ്പര് ഈ വ്യക്തി മരണപ്പെടുന്നതും അതിനുശേഷം ഈ ലെറ്റർ കബറിൽ വെക്കുന്നതും പിന്നീട് അത് പുറത്തിട്ടുന്ന വേറെ അതിൻ്റെ തന്നെ. നമ്മളെ വിഷയം അതല്ല. ആ ഹിക്കായത്ത് മഹാന്മാരെ എല്ലാ കിതാബിലും കാണാം, റിഫായി ശേഖ് തങ്ങളുടെ കിതാബില്. ആ റിഫായി ശേഖ് തങ്ങളുടെ കൂടി ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ താങ്കൾക്ക് എന്തിട്ടത്, അഹമ്മദ് എന്ന് പേരിട്ടത്. ഹാദി റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ്. താങ്കൾക്ക് ഞാൻ അഹമ്മദ് എന്ന് പേരിട്ടപ്പോ ഞാൻ ഓർത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ആകാശലോകത്ത് തങ്ങൾ അഹമ്മദാണ്. ഖുർആനിലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ പേര് അഹമ്മദ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹമ്മദ്. പിന്നെ ലോകത്ത് ആദ്യമായിട്ട് അഹമ്മദ് എന്ന് പേരിട്ട നബി തങ്ങളല്ലാണ്ട് പേരിട്ടതാരാണ്? അതായത് അറബി സാഹിത്യം, അറബി നഹവ്, അതുപോലെ അറബി മ്യൂസിക്, അല്ലെങ്കിൽ അറബി ഈ ഉറൂദ് കാവ്യശാസ്ത്രം, ഇതെല്ലാം രൂപീകരിച്ച ഖലീൽ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. താബിങ്ങളിൽപ്പെട്ട ആളാണ് മൂപ്പര്. മൂപ്പരുടെ വാപ്പാടെ പേരാണ് അഹമ്മദ്, ഖലീൽ ബിൻ അഹമ്മദ്. എന്താണ്? ആ അഹമ്മദാണ് ആദ്യത്തെ അഹമ്മദ് എന്ന് ഈ ഉമ്മത്തിൽ പറയപ്പെടുന്നു. അതുപോലെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, അഹമ്മദ് റിഫായി റളിയല്ലാഹു തആല അൻഹു,
പിന്നെ യമനിൽ അഹമ്മദ് ബിൻ ഹസനിൽ അത്താസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ മുറ്റിച്ചുരുപ്പിൽ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദി. ഇങ്ങനെയുള്ള ഒരുപാട് അഹമ്മദുകളെ ഉദ്ദേശിച്ച് ഞാൻ താങ്കൾക്ക് അഹമ്മദ് എന്ന് പേരിട്ടത്. ശേഷം അഹമ്മദ് തിജാനി തങ്ങൾ അക്കാലത്ത് ഒരുപാട് അഹമ്മദ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവെ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ അഹമ്മദീങ്ങളുടെയും ബർക്കത്ത് ഉദ്ദേശിച്ച് എൻ്റെ മോൻക്ക് ഞാൻ അഹമ്മദ് എന്ന് പേരിട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് അഹമ്മദ്. പിന്നെ താങ്കളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കൾക്ക് എന്ത് പേരിട്ടത്? ഹാദി. അത് റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ്. അപ്പൊ താങ്കൾ അഹമ്മദ് കൊണ്ടും താങ്കൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ പേര് കിട്ടിയിട്ടുണ്ട്. ഹാദി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ അപ്പുറം എന്താ വേണ്ടത്? ഇനി പേരിനെ നിലനിർത്തലും താങ്കളുടെ കടമയാണ്. ഈ പേരിന് ഞാൻ ഹാദിന്, സോ ഐ ഷുഡ് ബി ലീഡർ ഫോർ എവരിത്തിങ്, ഫോർ ഓൾ റൈറ്റ് തിങ്സ്. അല്ലെങ്കിൽ എല്ലാ, ഇപ്പൊ താങ്കളുടെ താഴെ വരുന്ന 3 പേരുണ്ട്. ഇവർക്കാണെങ്കിലും താങ്കളുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും അതാണ് ഹാദി. ഹാദി എന്ന് വെച്ചാൽ ഹിദായത്താക്കുന്നതെന്ന് മാത്രമല്ല, ലീഡറിനെയും ഹാദി എന്ന് വിളിക്കും, നേതൃത്വം എല്ലാ അർത്ഥത്തിലും. അപ്പൊ ഈ പേരിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? താങ്കൾക്കാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളെ പേര്, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മഹാന്മാർ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അഹമ്മദ് റിഫായി തങ്ങൾ, അഹമ്മദ് ഹസൻ അത്താസ് തങ്ങളെ കേട്ടിട്ടില്ലല്ലോ, വലിയ ചരിത്രമാണ്. അത്രയും മഹാന്മാരെ പേരാണ്. അഹമ്മദ് ബിൻ ഇദ്രീസ് തങ്ങൾ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ആണ് ഇങ്ങനെ വരുന്നത്. വേറെ എല്ലാ അഹമ്മദുകളെ ഞാൻ ഓർത്തിട്ടില്ലെങ്കിൽ ഞാൻ മിനിമം ഓർത്താറ് ഞാൻ 53 അഹമ്മദ്, റസൂലുള്ളാഹി തങ്ങളടക്കം 53 അഹമ്മദുകളെ ചരിത്രം ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. യാ വലദി അഹമ്മദ്, ഞാൻ പേര് അതിന്റെ ഉണ്ടാക്കിയ ഒരു പുസ്തകം, ഒരു കിതാബ് തന്നെ 53 ഞാൻ ജമ്മ ചെയ്തിട്ടുണ്ട്. അച്ചടിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് നടന്നിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഉൾപ്പെടെയുള്ള 53 പേരുടെ ചരിത്രം, തർജുമ, അവരുമായി ബന്ധപ്പെട്ട അവരുടെ മഹത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് താങ്കൾക്കൊരു തർഗീബിന് വേണ്ടിയിട്ട്, തർഗീബ് എന്ന് വെച്ചാൽ മനസ്സിലായ, പ്രചോദനത്തിന് വേണ്ടിയിട്ട്, താങ്കൾക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 53 അഹമ്മദ്. അഹമ്മദ് എന്ന ഇസ്മിന്റെ എണ്ണ എത്രയാണ്? ഇപ്പൊ നമ്മൾ 66, അള്ളാഹു 756, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞ പോലെ അഹമ്മദിന്റെ എണ്ണം 53. ഈ 53 പേര് ചരിത്രത്തിൽ നിന്ന് മഹാന്മാര് സ്വാലിഹീങ്ങള് ആയ 53 പേരെ ചരിത്രം ഞാൻ താങ്കൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. താങ്കൾ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കിതാബൊക്കെ ശരിക്കും തിരിയുന്ന കാലം വരുമ്പോൾ ഈ 53 പേരെ ചരിത്രം പഠിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനത്തെ അഹമ്മദാകണമെന്ന്. താങ്കൾക്കും ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് മുഹമ്മദിന്റെ പേരിലാണ്. മുഹമ്മദിന്റെ എണ്ണം എത്ര? 94 അല്ലേ മുഹമ്മദ്. താങ്കളുടേത് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ശേഖരിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന് പേരുള്ള 94 പേരുടെ ചരിത്രം താങ്കൾക്ക് വേണ്ടിയിട്ടും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വെച്ചാൽ ജമ്മാക്കിയിട്ടില്ല, എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. അത് റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള മുഹമ്മദ് ആരൊക്കെയാണ്? ഒരു മുഹമ്മദ് തങ്ങൾ കഴിഞ്ഞിട്ട് വേറൊരു മുഹമ്മദിന് പ്രത്യേകം പറഞ്ഞേ. നിങ്ങൾക്ക് എത്ര അറിയാൻ നോക്കല്ല, ഒരാളെ പറഞ്ഞ ഒരു മുഹമ്മദ്, റസൂലുള്ളാഹി തങ്ങളല്ലാത്ത ഒരു മുഹമ്മദ് നിങ്ങൾക്ക് ചരിത്രത്തിൽ അറിയുന്ന ഒരു മുഹമ്മദിന്റെ പേര് പറയടോ. അത് അലിയല്ലേ റളിയല്ലാഹു അൻഹു? അത് നാട്ടിൽ നിന്ന് മുഹമ്മദ് അലി, അവിടെ ഇല്ല, അത് അലീന്, അലി ബിൻ അബി താലിബ്. പറ, ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തൊരു മുഹമ്മദ് നിങ്ങൾക്ക് അറിയില്ല? ഒരു മുഹമ്മദിനെ അറിയില്ല? ഒരൊറ്റ മുഹമ്മദിനെ പറയുക, വാപ്പയും വല്ലിപ്പോ കടക്കട്ടെ. ഇമാം ഷാഫി തങ്ങളെ പേരെന്താണ് മക്കളെ? എന്തിന്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത്ര വലിയ ഒരു മഹാനങ്ങൾ ഇത്ര എന്തറിയാത്തത്? വേറെ മുഹമ്മദുകൾ ഇഷ്ടം പോലെ പറയാണ്ട്, അതവിടെ കട്ടെ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല, ഇമാം ഷാഫി തങ്ങളെ പേരല്ലേ? അവനവൻക്കൊരു ഓർമ്മ ഉണ്ട്. നമ്മ പഠിക്കണ എന്റെ പേരിൽ ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് അബ്ദുൽ വാഹിദിന്റെ പേരുള്ള ആൾക്കാർ. അവസാനം അവസാനമല്ല അതേ ഞാൻ കണ്ടു അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല മക്കത്തുണ്ടായിരുന്ന വലിയൊരു മഹാനായിരുന്നു. മൂപ്പര് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂപ്പര് അസുഖം വന്ന് ഭയങ്കര പ്രയാസത്തിലാണ്, ശരീരം മൊത്തം അസുഖം വന്നിട്ടൊക്കെ. മൂപ്പരുടെ അടുത്ത് വരുന്ന രോഗികൾക്കൊക്കെ മൂപ്പര് ദുആ ചെയ്യുമ്പോൾ ശിഫ ഉണ്ട്. മൂപ്പര് സ്വയം ദുആ ആയിരുന്നിട്ടില്ല. അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് വലിയ മഹാൻ, താബികളിൽപ്പെട്ട മഹാനാണ്. ഞാൻ എന്റെ പേരിലുള്ള ഒരാളെങ്കിലും കണ്ടെത്തിയില്ല. നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റിയില്ല. ഷാഫി ഇമാമിന്റെ പേരാണ് അല്ലെ മുഹമ്മദ് ബിൻ
ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അങ്ങനെ താങ്കളുടെ പേരിലുള്ള 94 മുഹമ്മദുകൾ ഇനിയിപ്പോ ഞാൻ ജമ്മാക്കണല്ലോ, താങ്കൾ കണ്ടെത്തിയാൽ മതി. എന്തേ 94 മുഹമ്മദ് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്തി പിടിച്ചാൽ മതി. മുഹമ്മദ് ബിൻ അലവി അൽ ഫഖീഹുൽ മുഖദ്ദം മമ്പുറം അവിടെ കേട്ടെ, സയ്യിദ് അലവി അൽ മമ്പുറമീൻ, മൂപ്പർക്ക് അലവി എന്ന പേര്. നിങ്ങൾ ഹദ്ദാദ് റാത്തി പോകുന്നല്ല, അപ്പൊ അതെങ്കിലും ഓർമ്മിക്കൂലേ? അൽ ഫഖീഹുൽ മുഖദ്ദം അശ്ശൈഖ് മുഹമ്മദ് ബിൻ അലവി അല്ലേ, ബാലവി റളിയല്ലാഹു തആല അൻഹു. മൊയ്തീൻ ഷേഖോളം തന്നെ വലിയ മഹാൻ എന്ന് പറയുന്നതാണ് ഹദറമി സാദാത്യങ്ങൾ. ഫഖീഹുൽ മുഖദ്ദം എന്ന് അവർ വിളിക്കൽ തന്നെ, അത്ര വലിയ മഹാനാണ്. അവിടെ കേട്ടെ. ഇപ്പൊ ഇതിന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നിടത്ത് പോവാം. അവസരങ്ങളെ മുതലാക്കിയണ്ട. ഒന്ന് വീട് എന്തായിരുന്നാലും റിഫായി ഷേഖ് തങ്ങളെ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ മോശമാണ്. അപ്പൊ ഇത് കൊടുക്കണം. അതിന് ഈ ദുനിയാവിലത്തെ എന്തെങ്കിലും കാശിട്ടിട്ട് വല്ല കാര്യം ഉണ്ടാകും. അയാൾ ആ പണക്കാരനാണ്. അപ്പൊ അയാൾ എന്താ പകരം ചോദിച്ചത്? സ്വർഗത്തിലെ വീട് ചോദിച്ചിട്ട് അത് വെറുതെ വാക്കുകൊണ്ട് പറയിപ്പിച്ച, എഴുതി മേടിപ്പിച്ചപ്പോഴും അത് സ്വന്തം മാത്രമാക്കിയ മക്കൾക്കും കൂടി ചേർത്ത്. ഇതിന് അവസരങ്ങൾ മുതലാക്കാന്ന് പറഞ്ഞു. മഹാന്മാരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവസരങ്ങൾ മുതലാക്കാൻ ഒന്ന് തൗഫീക്ക് വേണം, മറ്റൊന്ന് ബുദ്ധി വേണം, പ്രവർത്തിക്കണം. ഈ ഉക്കാഷ റളിയല്ലാഹു തആല അൻഹു പോലെ 70,000 ആൾക്കാരെ പേരപ്പോ എഴുന്നേറ്റ് വിട്ടിട്ട് ഞാനെപ്പോഴും ഈ സംഭവം ഓർക്കുമ്പോ ഞാൻ എത്ര ഗഡ്സഡ് ആയിട്ടുണ്ടാവണം മൂപ്പർക്ക് അത് ചോദിക്കാൻ ഇല്ലേ? കാരണം ആരൊക്കെ ഉണ്ട് ഉക്കാഷ തങ്ങൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് മറ്റു ഇത്രയും വലിയ കിബാര്യങ്ങളായ സഹാബത്തിന്റെ മുന്നിൽ മൂപ്പര് അത്രമാത്രം ഒന്നല്ല. പക്ഷെ അക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് അത് ചോദിച്ചില്ലേ? അവസരം മുതലാക്കുന്നതാണ്. നിങ്ങളോടും പറയാനുള്ളതിനാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുപാട് വരും. അത് ദുനിയാവ് സമ്പാദിക്കാനാണെങ്കിലും ആഖിറം സമ്പാദിക്കാൻ നേരായ മാർഗത്തിലാണെങ്കിൽ തെറ്റില്ലല്ലോ. ദുനിയാവ് സമ്പാദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹാനു അത് അപ്പൊ മോനെ അത് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ എത്ര വട്ടം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാൾക്കത് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചില്ല. അത് ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടുമായിരുന്നു. മാത്രമല്ല മഹാന്മാരുടെ സ്വഭാവം തൊട്ടുന്നു എന്തെന്ന് ചോദിച്ചാ തരും, ചോദിച്ചാലേ തരൂ. കാരണം അല്ലാഹു അവരോട് കൽപ്പിച്ച ഫല ചോദിക്കുന്നവനെ നിരാശപ്പെടുത്തണ്ടെന്നല്ലേ, അവരെ അവഗണിക്കണ്ട. അപ്പൊ ചോദിക്കുമ്പോ കോട്ടൂരുസ്ഥാനെ കാണുമ്പോ ചോദിച്ചാ തരും, നിരുത്സാഹപ്പെടുത്തൂല. പിന്നെ അങ്ങനത്തെ സാധനം ചോദിക്കണം, മൂപ്പരെ കൊണ്ട് പറ്റാത്തതോ അല്ലെങ്കിൽ നമ്മ തീരെ പറ്റാത്തതോ, അല്ലെങ്കിൽ അവർ തരും. തരാതിരിക്കൂല മഹാന്മാർ. ഞാൻ ഇപ്പൊ കോട്ടൂസ്ഥാനെ മാത്രമല്ല പറയണേ, ഏത് ഇപ്പൊ നിങ്ങൾക്ക് എത്രയും ഫെമിലിയർ അതിന്റെ പേര് കോട്ടൂസ്ഥാന്റെ പേര് പറയണേ. ഇപ്പൊ സുലൈമാൻ ഉസ്താന്റെ അടുത്ത് പോയാലും അല്ലെങ്കിൽ വേറെ ഏത് മഹാന്മാരുടെ അടുത്ത് പോയാലും, ഇനിയിപ്പോ ഈ ഇതൊന്നും അല്ലാത്ത ആലിമ്യങ്ങളല്ലാണ്ട് തന്നെ അറിയപ്പെടുന്ന എത്രയോ കാര്യക്കാട് ഉസ്താദ് എത്രയോ ആൾക്കാരുണ്ട്. ചോദിക്കണം, ചെയ്യണം. CM മൂപ്പരെടുത്ത് മടവൂർ മൂപ്പരെടുത്ത് പോയിട്ടുണ്ട്. ഞാൻ 2 തരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. CM മൂപ്പരെടുത്ത് പോയവരില് 2 അല്ല 3 തരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഹാനികൊക്കെ ഉണ്ടാ മടവൂർ മൂപ്പര് അറിയില്ല എനിക്ക്. അതായത് അത്രയും കറാമത്തുകൾ കൊണ്ടും അത്രയും വലിയ പദവികൾ കൊണ്ടൊക്കെ വലിയ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു മഹാനാണ്. 3 കൂട്ടരെ കണ്ടിട്ടുണ്ട് ഞാൻ മൂപ്പരായിട്ട് ജീവിച്ച് കണ്ട ആൾക്കാരിൽ. മൂപ്പര കണ്ടവരിൽ ഞാൻ കണ്ട 3 കൂട്ടരെ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെന്നിട്ട് അസ്സലാമു അലൈക്കും അങ്ങനെ വന്ന ആൾക്കാരുണ്ട്. എന്താണ് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആളെ കണ്ട് നിങ്ങൾ കണ്ട് എന്താ പറഞ്ഞ അസ്സലാമു അലൈക്കും പറഞ്ഞു അത്ര ഉള്ളവർ തമ്മിലുള്ള ബന്ധം. വേറൊരു കൂട്ടരെ കണ്ട് അവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുനിയവിയായ മോളെ കെട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അവരുടെ പ്രയാസങ്ങൾ തന്നെ തീർത്തും ദുനിയവിയായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കതിൽ ഒരു 90% അവർക്ക് അതിൽ ഫതഹ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ 100% തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനി വേണ്ട, അല്ലെങ്കിൽ അത് മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ മതി മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവരും കിട്ടിയിട്ടുണ്ട്. വേറൊരു കൂട്ടരെ കണ്ടിട്ടുണ്ട്, പക്ഷെ വളരെ കുറവ്. സത്യത്തിൽ ഇല്ല എന്ന് പറയാൻ മാത്രമുള്ള ആൾക്കാർ ഇതിൽ പോയിട്ട് ഉഹ്റവിയായ കാര്യം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും മൂപ്പരെ കണ്ടിട്ട് ഈ മാസലാമത്താവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഞാനെപ്പോഴും ഒരാളെ അന്വേഷിച്ചെടുക്കണ മൂപ്പരോട് ചോദിച്ചത്, എനിക്ക് അങ്ങയെപ്പോലെ ഒരു വിലായത്തിന്റെ ആളാവണം, അല്ലെങ്കിൽ ഒരു മൈരിഫത്തിന്റെ ആളാവണം, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ കിട്ടുമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
വിലായത്തൊക്കെ പോയിട്ട് ചോദിക്കുമ്പോ എനിക്ക് തോന്നുന്നു കൂച്ചപ്പെട്ടിട്ടുണ്ടാവും, ചമ്മിട്ടുണ്ടാവും, ചമ്മൽ വന്നിട്ടുണ്ടാവും. എങ്ങനെ ഇപ്പൊ പോയിട്ട് ഞാൻ പോയിട്ട് എന്നെയും വലിയാക്കണം എന്ന് പറയാ? എന്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആളെ കണ്ടിട്ടില്ല. പലരും സംസാരിച്ചിട്ടുണ്ട്. ചിലര് ഉഹർവിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ലൈക്ക് ഈ കിട്ടി മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹുസ്നുൽ ഖാത്തിമ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദിച്ച ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടാവായിരിക്കും, അല്ലാഹു അലം. എനിക്കും ഇവിടത്തെ പോലെ വിലായത്തിന്റെ ലദ്ദത്ത് കിട്ടണം അല്ലെങ്കിൽ മാരിഫത്ത് വേണം എന്ന് ചോദിച്ചവര് ഉണ്ടാവോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. അല്ല, മൂപ്പരത് തരാൻ പറ്റുന്ന ആളാണല്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഉത്തരം പറയോ ഇല്ലേ? അല്ലെങ്കിൽ പറയായിരിക്കും നിനക്കതൊന്നും ഒരു ആളത്ത് കിട്ടൂലടാന്ന് പറയിരിക്കും. എന്നാലും അപ്പൊ പിന്നെ അതിന് ശ്രമിക്കണ്ടല്ല. പക്ഷെ അങ്ങനെയല്ല പറയല്. ഞാൻ പറയണേ അങ്ങനെ. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ മൂപ്പര് ഹയാത്തുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്ത് നമുക്ക് മുതലാക്കാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അതൊരു പക്ഷെ നമ്മളെ വിവരക്കേടായിരിക്കും. നമ്മുടെ അടുത്ത് ഇപ്പോഴും തന്നെ നോക്കിയാൽ ഇപ്പൊ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാൻ തോന്നാറുണ്ട്. അത് അല്ലാഹു അലം, എനിക്കറിയില്ല. അത് അന്ന് അവർക്ക് ആ ചോദ്യങ്ങൾ എന്തുകൊണ്ട് അവരത് ചോദിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സഹാബത്തിന്റെ ചില കേസുകളിൽ തന്നെ ഇപ്പൊ അലിഫ് ലാം മീം അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ യാസീൻ അല്ലെങ്കിൽ താഹ എന്ന് സത്യത്തില് അവിടൊക്കെ തഫ്സീറിലൊക്കെ എന്താ ഉള്ളത്? തഫ്സീറുകളുണ്ട് ഉള്ളത് അല്ലാഹു അലമു ബി മുറാദിഹി എന്നാണ്. അതിന് ഉദ്ദേശം ആർക്കും അറിയുള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, തങ്ങളൊരു വായത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയൂലല്ലോ, എല്ലാ ആയത്തും തഫ്സീർ ചെയ്യണ പോലെ ഇതും തഫ്സീർ ചെയ്യുമല്ലോ. അത് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താ സഹാബത്തിന് ആ സംശയം വന്നില്ലേ? ഇതെന്താണ്? ഒന്നുകിൽ എന്തുണ്ടാവും, അന്ന് അവർക്ക് അത് ഫെമിലിയർ ആയിരിക്കും. അവരൊരു ചോദ്യം പോലും ആയിരിക്കില്ല അവരെ മുന്നിൽ. അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം ഇല്ലേ? അത് തന്നെയാണ് നമ്മളെ ചികിത്സയിലും. അത് പറഞ്ഞാൽ നീണ്ടു. അതായത് അവർക്കറിയായിരിക്കും ആ ഉത്തരങ്ങളൊക്കെ. അപ്പൊ അവർ അറിയുന്ന കാര്യം ചോദിക്കൂലല്ലോ. അലിഫ് ലാം മീം എന്ന് പറയുമ്പോ എന്താണെന്നുള്ളത് അവർക്കറിയും. സോ അല്ലെങ്കിൽ നമുക്ക് അറിവായിട്ട് കിട്ടാതെ വരട്ടെ, അത് വേറെ വിഷയം. പക്ഷെ നമുക്ക് ആ സംശയം ഇപ്പോഴും ഉണ്ട് ഇല്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തെന്ന് വല്ല മഹാന്മാരെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്ന് കിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെയാണ്. സത്യത്തില് അങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട. ചില ചോദ്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല ചില ആളുകൾക്ക്. ഓരോരുത്തരും ഓരോ പ്രകൃതിയാണ്. ഈ ചോദ്യങ്ങളും അവസരങ്ങളൊക്കെ മുതലാക്കുമ്പോൾ ഇവിടെ ഇതും ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ഇതെന്ന് നമ്മ ആരോട് ചോദിക്കുന്നു, ആളുടെ പ്രകൃതി എങ്ങനെയാന്നുള്ളത്. ചില ആളുകൾ മൂക്കത്തായിരിക്കും ചുണ്ടി. എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? ചോദിച്ചിട്ട് ചോദിച്ചതിന്റെ പുറത്തല്ല, വേറെ ചില വിഷയങ്ങളെ പുറത്ത് അങ്ങനെ ഒരു അത് ചില തങ്ങന്മാരൊക്കെ ഉണ്ടാവും, ചൂട് പിടിക്കുന്ന തങ്ങന്മാര്. ഒരിക്കല് ഞാൻ അതും പറഞ്ഞുതരാം. നാളെ ഞങ്ങൾ പാപ്പാന്റെ അടുത്ത് എന്നോട് അത്രയും സ്നേഹവും എന്നോട് നന്നായിട്ട് പെരുമാറുന്ന. പക്ഷെ ഒരു സമയത്ത് മൂപ്പര് എവിടെയാണ് ഇരിക്കുന്നത്, കരുവന്തിരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി. സത്യത്തിൽ എനിക്ക് ചോദിക്കാനൊന്നുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ എനിക്ക് നല്ല ഫെമിലിയറാണ്. എനിക്ക് തരാൻ പലതും തന്നിട്ട് ജസ്റ്റ് കാണാൻ പോയതാണ്. അപ്പൊ ഒരു ചോദിക്കാൻ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്ത്, പാപ്പ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണും, പൊട്ടിത്തെറിച്ച് ഭ്രാന്ത് പിടിച്ചു പോകണമെന്ന് മറ്റ്. എന്റെ ശൈലിയല്ല, മൂപ്പര ആ ശൈലി, അവരുടെ മലബാർ ശൈലിയിൽ ഭ്രാന്ത് പിടിച്ചു പോകണം. തങ്ങളെ കാണണമെന്ന്. തങ്ങളെ കണ്ടിട്ട് എത്ര ആൾക്കാർക്കുണ്ട് ഭ്രാന്ത് പിടിച്ച്. അത് വേറെ തരത്തിൽ അന്ന് മൂഡ് ശരിയില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കാണുന്നതാണ് ചിലപ്പോൾ വല്ല സലാത്ത് പറഞ്ഞുതരും, അല്ലെങ്കിൽ വല്ല ഉപദേശം പറഞ്ഞുതരും ഒക്കെ ചെയ്യും. പക്ഷെ ആ സമയത്ത് ഞാൻ ചോദിച്ച സമയം എന്തല്ല, മൂപ്പരുടെ ഹാല് ശരിയില്ല. അപ്പൊ പറഞ്ഞത് ഇതാണ്, അതിന്റെ ആശയം ഇതാണ്. തങ്ങളങ്ങനെ ഒരു സമയമാകുമ്പോ കണ്ടോളും, അല്ലാണ്ട് നമ്മളായിട്ട് ഇതാകണ്ട. ഇതിന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല, നമ്മുടെ ഹാല് മാറിപ്പോന്നു ആ രൂപത്തില്. അത് മൂപ്പരപ്പൊ വേറൊരു ഹാലിലായിരുന്നു. അപ്പൊ ചോദിക്കുന്ന സമയത്ത് ഇത് പരിഗണിക്കണം, അല്ലെങ്കിൽ അത് വെളുക്കാൻ തച്ചപ്പാണ്ടാവും. മനസ്സിലാവണ്ട? അത് എന്തും ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും ഇപ്പൊ കോട്ടൂർ ഉസ്താദ് ശാരീരികമായിട്ട് വളരെയധികം പ്രയാസങ്ങളിലാണ്. പ്രയാസപ്പെട്ട് വേദനിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടെടുത്തിട്ടോ കേൾക്കുന്ന സമയത്ത് പോയിട്ട് വേണ്ടാത്ത അണ്ടം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞോ. മൂപ്പരാണ് ചീത്ത പറയാറില്ല, കൂളാണ് മൂപ്പര്. സ്വഭാവം വളരെ കൂളാണ്, ശരീരം മാത്രം ഭയങ്കര ഹോട്ടാണ്. കണ്ടിട്ടില്ലേ? ചൂടെടുത്തിട്ട് മൂപ്പര് അസ്വസം. മൂപ്പര് ഒരിക്കൽ പോലും ഒരു ദേഷ്യപ്പെട്ടിട്ടോ ഒരു നീരസത്തോട് സംസാരിക്കണമെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. കാരണം
അത്രയും കൂളാണ്. അള്ളാഹു മൂപ്പരെ തലയുടെ അകത്ത് അത്രയും കൂളിട്ട് കൊടുത്തിട്ടുണ്ട്, ശരീരത്തിന് അത്രയും ഹീറ്റും കൊടുത്തിട്ടുണ്ട്. അതൊരു മൂപ്പരുടെ ഇത്. പക്ഷെ എല്ലാ ഈ അവസരങ്ങളെ മുതലാക്കിയതിന് ഒരു ഉദാഹരണം മൂപ്പരനാണ് കേട്ടാ. ഈ അവസരങ്ങളെ മുതലാക്കി എത്ര കിതാബോധി നമുക്കറിയാം. പക്ഷെ ആരവായന്റെ ബർക്കത്തോടാണ് മൂപ്പര് ഉസ്താദ് പോട്ട് ഓക്കെ ഉസ്താന്റെ നീ ദർശനത്തിക്കോ. അപ്പൊ ദർശനത്തിന് ഇപ്പൊ എത്ര കാലങ്ങൾ എത്ര ആലിമ്യങ്ങളെ മൂപ്പര് കാണാത്ത കിതാബ് കണ്ട ശിഷ്യന്മാരുണ്ട് മൂപ്പർക്ക് ഇല്ലേ. കിതാബുകളുടെ ആധിക്യല്ല ഒരാളുടെ ഇൽമ നിർണയിക്കുന്നത്, അല്ലെങ്കിൽ കുറെ കിതാബ് മുത്താലയതുമല്ല, അതൊന്നുമല്ല. കോട്ടൂർ ഉസ്താദ് കണ്ടിട്ടില്ലാത്ത കിതാബുകൾ കണ്ട ശിഷ്യന്മാർ മൂപ്പർക്കുണ്ട്. ഒരിക്കൽ അങ്കത അനുഭവം ഉണ്ട്. യാസിൻ മേലാരി കുറച്ച് കിതാബ് അതായത് നമ്മക്കുള്ള അഭിപ്രായം എന്തെന്ന്, നമ്മ കുറച്ച് കിതാബ് കണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര ഇത് കിതാബ് അങ്ങനെ പെരുത്ത് കിതാബ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇൽമ അള്ളാഹുവിന്റെ അടുക്കുന്ന കിട്ടുന്ന ഇൽമാണെങ്കിൽ കിതാബിന് വലിയ പ്രസക്തി ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ മൂപ്പര് അവസരങ്ങളെ മുതലാക്കിയ ആളാണ് മൂപ്പര്. ഈ പറഞ്ഞ പോലെ തുബലി ആലം ബാദുഷാ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരെ മക്കാമുകളിൽ പെറ്റുകിടന്ന ആളാണ്. മേടിച്ചു വന്നതാണ്, തട്ടിപ്പറിച്ചു വന്നതാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് പറച്ചില് പ്രയോഗം മേടിച്ചു വന്നാണ്. മേടിച്ച് തന്നെ വരണം. സത്യത്തില് മഹാന്മാരെ എടുക്കുന്ന എന്ത് ചെയ്യണം? ഉക്കാഷ റളിയല്ലാഹു തആല എപ്പോഴും ഓർത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അതിശയം തന്നെ മൂപ്പരാര്യം. വേറെ ആൾ അത് കണ്ടിട്ട് എഴുന്നേറ്റുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കണ്ട. അവരവരുടെ ലക്ക് ട്രൈ ചെയ്തിട്ടുണ്ടാവും, മേ ബി അവർക്കത് കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം നമുക്ക് കിട്ടൂല അതൊന്നുമല്ല. നമ്മുടെ ലക്ക് തന്നെയാണ്. അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ട്രൈ ചെയ്യണം. നമ്മുടെ ലക്ക് നമ്മൾ ട്രൈ ചെയ്യണം. മറ്റുള്ള ഒരാൾ പരാജയപ്പെട്ടു നമ്മൾ ഡിസ്കറേജ്. ഇന്നത്തെ പിള്ളേർക്ക് മിക്കവർക്കും അതൊന്നും ഹാനിയുടെ ഒരു കാര്യം പറഞ്ഞാല് അത് കിട്ടൂലമ്മ. അത് ആര് പറഞ്ഞ്? അത് ഇവൻ ചെയ്തല്ല, അവൻ ചെയ്തിട്ട് അവന് കിട്ടിയില്ലല്ല. അവൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അവന്റെ പാട്. നിങ്ങൾ ചെയ്യ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക്. അള്ളാഹു ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നസീബ് എഴുതിയിട്ടുണ്ട്. അത് കിട്ടും ഇൻഷാ അല്ലാഹ്.